അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ. വളരെ ശ്രദ്ധിച്ച് വായിക്കണം. അവൻ അപ്പം എടുത്തു, ആശീർവദിച്ചു, മുറിച്ചു, അവർക്ക് കൊടുത്തു. 4 കാര്യങ്ങൾ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം, he took, he blessed, he broke and he gave. 22 എടുത്തേ, ലൂക്ക 22. ലൂക്ക 22 വാക്യം 19. ലൂക്ക 22, ലൂക്ക് 22:19. പിന്നെ അവൻ അപ്പം എടുത്ത്, took, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്, gave thanks, broke, അവർക്ക് കൊടുത്തു, gave. യൂക്കറിസ്റ്റിക് വേർഡ്സ് ആണിത്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ. ഇത് ഈശോ അന്ത്യത്താഴ മേശയിൽ ചെയ്ത അതേ കാര്യം യേശു ചെയ്തത് അവർ കണ്ടു. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത്, ആശീർവദിച്ച് എന്ന് പറഞ്ഞാൽ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്, മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. എന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി എന്താ ഇവിടെ നടക്കുന്നതെന്നറിയാമോ? ഇവിടെ കർത്താവ് അപ്പം മുറിച്ചു കൊടുക്കുന്നത് നമ്മൾ വ്യാഖ്യാനിച്ചതനുസരിച്ച് ക്ലെയോപ്പാസിനും അവൻ്റെ ഭാര്യയ്ക്കുമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും. ലിസൺ കെയർഫുള്ളി. ഒരു പുരുഷനും സ്ത്രീയും എന്തെങ്കിലും ഒന്ന് തിന്നപ്പോൾ അവരുടെ കണ്ണു തുറന്നതായി ബൈബിളിൽ മുൻപ് എവിടെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആദവും ഹവ്വയും വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ ആ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കണ്ണ് തുറക്കപ്പെട്ടു. അത് മനുഷ്യൻ്റെ തകർച്ചയുടെ ആരംഭം. ആ തകർച്ചയ്ക്ക് പരിഹാരം ചെയ്യാൻ ദൈവം വന്നു. ഏത് ദൈവം? ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഉൽപ്പത്തിയിൽ ആ ദൈവം ആ തോട്ടത്തിൽ അവരുടെ കൂടെ സായാഹ്നത്തിൽ നടക്കാൻ വരുമായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ദൈവം വേറൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ ആ സായാഹ്നത്തിൽ, സായാഹ്നമല്ലേ ഇത്, ഈവനിങ് ആണ്, ഈവനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തിയിലെ തകർച്ചയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ് ഇവിടെ. റീറൈറ്റിംഗ് ദ ഹിസ്റ്ററി. ഒരു കപ്പിൾ, ഒരു ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്, ദൈവത്തോടൊപ്പം നടന്നവർ ദൈവത്തിൽ നിന്ന് മാറി ഫോർബിഡൻ ഫ്രൂട്ട് വാങ്ങി തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ ആ കണ്ണ് തുറക്കപ്പെട്ടത് കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കുമായിരുന്നു. ആരുടെ? ആദ്യത്തെ കപ്പിളിൻ്റെ. അതിന് പരിഹാരം ചെയ്യാൻ അതേ ദൈവം അവർ നടന്ന വഴികളിലൂടെ എല്ലാം ഇറങ്ങി നടന്ന് അവർക്ക് പകരം കുരിശിൽ മരിച്ച് അവർക്ക് വേണ്ടി അവരുടെ പാപമേറ്റെടുത്ത് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഈ കപ്പിളിൻ്റെ കൂടെ, അവിടെ ആദവും ഹവ്വയാണെങ്കിൽ ഇവിടെ ക്ലെയോപ്പാസും ഭാര്യയും അവരുടെ കൂടെ നടക്കുമ്പോൾ അവൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച മനുഷ്യൻ്റെ നാവിലേക്ക് അവൻ ജീവവൃക്ഷത്തിൻ്റെ പഴം പറിച്ച് അവർക്ക് കൊടുത്തു. അതാണ് പരിശുദ്ധ കുർബാന. ജീവവൃക്ഷത്തിൻ്റെ ആ ജീവവൃക്ഷത്തിൻ്റെ പഴം അവർക്ക് പറിച്ചു കൊടുത്തു. അത് തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഈ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കപ്പെട്ടത് കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കുമല്ല, സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും റെസ്റ്റോറേഷനിലേക്കും നവീകരണത്തിലേക്കും ആഹ്ലാദത്തിലേക്കും ആനന്ദത്തിലേക്കും അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഇതെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന വളരെ മനോഹരമാണ്. ഇത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്, ഈശോ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അതെന്തിനാ? എന്തിനാന്നറിയോ? അതായത് ഇനി 2 പ്രസൻസ് വേണ്ട.
വിശുദ്ധ കുർബാന മുറിച്ചപ്പോൾ അവർക്ക് കണ്ണ് തുറക്കപ്പെട്ടിട്ട് അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ, കുർബാനയിലെ യേശുവിൻ്റെ പ്രസൻസ് അവർക്ക് മനസ്സിലായപ്പോൾ, അവൻ്റെ ഫിസിക്കൽ പ്രസൻസ് വാനിഷ്ഡ് ഇൻടു തിൻ എയർ പോയി. ഈശോ പറയാതെ പറയുകയാണ്, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ജീവിത സമരങ്ങളിൽ നിങ്ങളോടൊപ്പം ഇനി ഞാൻ ജീവിക്കുന്നത് ഈ കുർബാനയിലാണ്. ഇനി നിങ്ങൾ എന്നെ കാണാൻ, ഇനി നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ, ഇനി നിങ്ങൾ എന്നോട് കൂടെ ആയിരിക്കാൻ, ഇനി നിങ്ങൾ അടുത്ത് വരേണ്ടത് ഈ കുർബാനയിലേക്കാണ്. അതുകൊണ്ട് ഇനി എൻ്റെ വേറൊരു പ്രസൻസ് ഇല്ല. ഈ കുർബാനയിൽ അവൻ തന്നെ ആവാഹിച്ച ശേഷം അപ്രത്യക്ഷനായി. അവർ പറയുകയാണ്, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ നമ്മളോട് വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഈ കുർബാന കഴിയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വേറൊരു സ്റ്റാൻഡേർഡിൻ്റെ ബാറ് റേസ് ചെയ്ത് നമുക്ക് വേണ്ടി തന്ന ദൈവം നമ്മളെ കുറെ കൂടി മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഒരു പെട്ടെന്ന് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് ഈ സെഷനിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. അതായത് വിശുദ്ധ കുർബാനയിലാണ് ഇനി ദൈവം നമ്മുടെ കൂടെ ജീവിക്കാൻ പോണത്. കൂടെ. ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പറയാം. അത് കുറച്ചുകൂടെ പേഴ്സണലാണ്. എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് സന്ദർഭങ്ങളിൽ മരണത്തെ മുഖാഭിമുഖം കണ്ടിട്ടുണ്ട്. ഒത്തിരി സന്ദർഭങ്ങളിൽ 2 തവണ മുങ്ങി മരിക്കേണ്ടതായിരുന്നു, അനേക തവണ റോഡ് അപകടത്തിൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു. അതൊക്കെ എനിക്കുണ്ടായ അപകടങ്ങളൊന്നും തന്നെ നിസ്സാര അപകടങ്ങളായിരുന്നില്ല. ഒരു 3 തവണയൊക്കെ മരിക്കാൻ പറ്റുന്ന അപകടമായിരുന്നു. അങ്ങനത്തെ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലതവണ. ഞാൻ പലപ്പോഴും പറയും, സാത്താൻ എന്നെ എപ്പോഴും കൊല്ലാൻ നോക്കും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാനിതൊക്കെ മാനുഷികമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെപ്രാളത്തിലും വേഗത്തിലും ഒക്കെ വണ്ടി ഓടിച്ച് പോകുന്നവരാണ്, സമയം വളരെ കുറവുണ്ടെന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന അപകടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെയല്ല, ഇതെൻ്റെ ജീവനാണ് ഇത് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നാളുകളിൽ കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു, എപ്പോഴും പറയണം, എൻ്റെ രക്തം നിൻ്റെ സംരക്ഷണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും പറയുന്ന വാചകങ്ങളിലൊന്നാണ്, യുവർ ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ, യുവർ ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ. നിൻ്റെ രക്തം എൻ്റെ സംരക്ഷണം, നിൻ്റെ രക്തം എൻ്റെ സംരക്ഷണം. ഇത് ഞാൻ എന്നും പറയും. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ആ മേഖലയിൽ ദൈവം തന്നു. എനിക്ക് കർത്താവ് ഒരു ബോധ്യം തന്നു, മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കുർബാന ചൊല്ലാതെ പോകരുത്. അങ്ങനെ ഒരു ദൈവസ്വരം കിട്ടി. അതായത് നീ വെളിയിൽ പോകുമ്പോൾ, ഇപ്പം നമ്മൾ മുഴുവൻ സമയവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനാണേലും മുറി വിട്ട് പുറത്ത്, അപ്പോൾ അതിപ്പോൾ ഏത് രാത്രിയിലാണ് പോകണമെങ്കിലും കുർബാന ചൊല്ലിയിട്ടേ പോകാവൂ. ഞാൻ ഒരു അലസനായതുകൊണ്ടും ഒരു മടിയനായതുകൊണ്ടും പലതവണ ഞാനത് തെറ്റിക്കാൻ തുടങ്ങി. തെറ്റിക്കെന്ന് പറഞ്ഞാൽ കുർബാന മുടക്കുക എന്നല്ല. ഞാൻ ചിന്തിക്കുക എന്താണ്, ഞാൻ 4 മണിക്ക് തിരിച്ചെത്തും, അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് സന്ധ്യയ്ക്ക് ചൊല്ലാലോ, ഈ വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ ഇരുന്ന് ചൊല്ലണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പലപ്പോഴും അത് തെറ്റിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവം വീണ്ടും വാണിംഗ് തന്നുകൊണ്ടിരുന്നു, അങ്ങനെ ചെയ്യരുത്, രാവിലെ ഇനി എത്ര സമയമില്ലെങ്കിലും രാവിലെ കുർബാന അർപ്പിച്ചിട്ടേ പോകാവൂ. കാരണം അത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാമല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഈ മടിയനും ഈ പറഞ്ഞ പോലെ നിങ്ങളെക്കാളും വലിയ ഉഴപ്പനാണ് ഞാൻ. അപ്പോൾ പലപ്പോഴും ഞാനതൊക്കെ തെറ്റിക്കും. അപ്പോൾ വീണ്ടും ദൈവം എനിക്ക് മുൻകരുതലുകൾ തന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 2012 കാലമാണ്. അന്ന് കർത്താവ് ഈ കാര്യത്തിൽ വീണ്ടും ബോധ്യം തന്നിട്ട് ഒരിക്കൽ ഇത് പറഞ്ഞിട്ട്, ഞാൻ തലേന്ന് രാത്രിയിൽ വന്ന് കിടക്കുന്നത് രാത്രി ഒരു നിയർലി 12 മണിയായി. എനിക്ക് പിറ്റേന്ന് പത്തനംതിട്ടയിൽ നിന്ന് അങ്കമാലിയിൽ ഒരു കോളേജിൽ യൂത്തിന് ധ്യാനമാണ്. 9 മണിക്ക് ആ കോളേജിൽ എത്തണം. 5 മണിക്കൂർ യാത്രയുണ്ട്. 9 മണിക്ക് എത്തണമെങ്കിൽ ഞാൻ 4 മണിക്കേലും വണ്ടിയിൽ കയറി ഡ്രൈവ് ചെയ്ത് പോകണം. 4 മണിക്ക് പോകണമെങ്കിൽ ഞാനൊരു 3 മണിക്കേലും എഴുന്നേക്കണം റെഡിയായി പോവാൻ. ഞാൻ ചിന്തിച്ചു, ഇനി കുർബാനയോട് അർപ്പിക്കണമെങ്കിൽ ഞാൻ 2 മണിക്ക് എഴുന്നേക്കണം. അപ്പോൾ എനിക്ക് 2 മണിക്കൂറേ ഉറങ്ങാൻ പറ്റും. എന്നാൽ 3 മണിക്ക് അവിടുത്തെ കഴിയും. 5, 3, 8, ഒരു 9 മണിക്ക് എല്ലാം കഴിഞ്ഞ് എനിക്ക് കുർബാന ചൊല്ലിയിട്ട് കിടക്കാൻ സമയമുണ്ട്. അപ്പം ഞാൻ ഓർത്തു, വന്നിട്ട് ചൊല്ലാം.
1 മണിക്കൂർ ലാഭിച്ചതാ, വന്നിട്ട് ചൊല്ലാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാനങ്ങനെ രാവിലെ പോയി, ബ്രദറും ഉണ്ട്, ഞാൻ പോയി. അന്ന് ധ്യാനമെല്ലാം കഴിഞ്ഞു. അപ്പം അന്ന് രാവിലെ വെക്കേണ്ട കുർബാന അവർ വൈകുന്നേരം ആക്കി. അപ്പോൾ 3 മണിക്കൂർ കുർബാനയുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് കൂടായിരുന്നു. ഞാനോർത്ത് പിള്ളേരുടെ കൂടെ കുർബാനയിൽ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈ അവസാനം പിള്ളേരെല്ലാം കൂടി എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ചെന്നിട്ട് ചൊല്ലാലോ. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് ഹാർഡ്ലി ഒരു 1 കിലോമീറ്റർ പോയി കാണും. എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു വണ്ടി വന്നിടിച്ച് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ റോഡിൽ നിന്ന് ഒന്ന് മാറാൻ പറ്റിയത്. അന്ന് ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, നീ 1 മണിക്കൂർ ലാഭിക്കരുത്. നീ ലാഭിക്കുമ്പോൾ നിനക്ക് ആ റോഡിൽ വേറെ നഷ്ടം വരും. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത്. ഇത് 2012 നടന്ന കാര്യം, 2012 നടന്ന കാര്യമാണ്. 2025 ഞാൻ ഏപ്രിൽ മാസം 8-ാം തീയതി രാത്രി തിരുവനന്തപുരത്ത് തീരപ്രദേശത്ത് 5 തെങ്ങ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാത്രിയിൽ. അപ്പോൾ അന്ന് രാത്രി ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്ന വിഷയം കുർബാനയൊന്നുമല്ല, ഞാൻ പറയുന്ന വേറൊരു വിഷയമാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2012 നടന്ന, എന്നാൽ പിന്നീട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ പറയാത്ത ഈ ഉദാഹരണം എൻ്റെ ഓർമ്മയിലേക്ക് കയറി വരികയാണ്. അപ്പം ഞാൻ 5 തെങ്ങിൽ, നിങ്ങൾ പിന്നീട് എപ്പോഴും യൂട്യൂബിൽ അത് കാണുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ അപ്പോൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ പറയേണ്ട ഒരു കാര്യമല്ല, കാരണം നമ്മൾ പറയുന്ന വിഷയമായിട്ട് ഇതിന് ബന്ധമില്ല. പക്ഷേ കർത്താവ് ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് ഞാനിത് പറയുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് 2012 കുർബാന ചൊല്ലാതെ പോയപ്പോൾ 6 മണിക്കൂർ നഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നാളെ രാവിലെ എനിക്കൊരു യാത്രയുണ്ട്, കർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ്, കുർബാന ചൊല്ലിയിട്ടേ പോകാവൂ. എറണാകുളത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ തിരിച്ച് ബസ്സിന് വരാമെന്നാണ് ഓർത്തത്. വൈറ്റില ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിന് വേണ്ടി നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞുകൊണ്ടല്ലേ, അച്ഛൻ ബസ്സിന് പോകണ്ട, അച്ഛൻ കാറിന് പോകും. അദ്ദേഹത്തിന് വളരെ വില കൂടിയൊരു കാറുണ്ട്. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ വേണ്ട, ഞാൻ ബസ്സിന് പൊക്കോളാം. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ഡ്രൈവർ എന്നെ കൊണ്ടുവിട്ടിട്ട് വീണ്ടും അദ്ദേഹം ഈ എറണാകുളം വരെ തിരിച്ചു ഓടിക്കണം. പാവം, അവൻ്റെ മുഖം കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഞാൻ ബസ്സിന് പൊക്കോളാം, അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ടല്ലോ, വൈകുന്നേരം ട്രെയിന് പൊക്കോളാം. അപ്പോൾ അദ്ദേഹം എന്നെ നിർബന്ധിച്ചിട്ട് പറഞ്ഞു, ഇല്ല അച്ഛൻ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നതിൽ അച്ഛൻ പോകണ്ട എൻ്റെ വണ്ടി അച്ഛൻ്റെ വണ്ടിയല്ലേ, അച്ഛൻ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോക്കോ, അല്ലെങ്കിൽ ഇനി അച്ഛന് വയ്യാങ്കിൽ ഡ്രൈവറെ കൊണ്ടുപോകണം. അങ്ങനെ ആ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ഞാൻ ആ വണ്ടിയെ കയറി പോവാണ്. പോകുന്ന വഴിക്ക് നല്ല മഴയാണ്. ഈ വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം എരച്ച് കയറി, വിസിബിലിറ്റി പോയി, ബ്രേക്ക് ചവിട്ടി, വണ്ടി ഇങ്ങനെ റോഡിൽ 3 തവണ കറങ്ങിയിട്ട് 11 kV ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിച്ചു. അത് വളഞ്ഞു, കമ്പി പൊട്ടാറായി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് റോഡിൻ്റെ ആ പ്രതിരോധം തകർത്ത് ഈ വണ്ടി നേരെ വെള്ളമുള്ള ഒരു കുഴിയിലേക്ക് പോയി നിന്നു. ഞാനിങ്ങനെ സീറ്റ് ബെൽറ്റിൽ തൂങ്ങിക്കിടക്കുകയാണ്. എനിക്ക് കാണാം മുമ്പിലൂടെ വെള്ളം, എനിക്ക് നോക്കുമ്പോൾ കാണാം കമ്പി പൊട്ടാറായി നിൽപ്പുണ്ട്. ഞാൻ രാവിലെ വായിച്ച വചനം ഓർത്തു, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഈ വചനം എൻ്റെ മനസ്സിൽ വരികയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കൊന്നും പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. പുറത്തൊരാളിരിപ്പുണ്ട്, അയാൾ പ്രയാസപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നമുക്കൊന്നുമില്ല. അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അന്ന് പുറത്തിറങ്ങുമ്പോൾ ആ വണ്ടിയുടെ വില നിങ്ങൾ കേട്ടോണം, 1,70,00,000 രൂപ. വണ്ടി ടോട്ടൽ ലോസ്. ഒരു പോറൽ പോലുമില്ലാതെ ദൈവം എന്നെ സംരക്ഷിച്ചു. പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. എന്താ? എന്നെ കൊണ്ടുവിടാൻ വന്ന ആ വണ്ടി പോയി. അപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കരുത്, എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയാണ്. പക്ഷേ എനിക്ക് നഷ്ടം വന്നാൽ അച്ഛൻ, അത് എനിക്കല്ലേ നഷ്ടം വരുന്നത്, അച്ഛനടുത്ത് വിഷമിക്കരുത്, അച്ഛൻ രക്ഷപ്പെട്ടല്ലോ, അത് മതി.
എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എനിക്കത് ഇന്നും വിഷമായിരുന്നു. എന്താണെന്നറിയാമോ? ദൈവമേ, ആ വണ്ടി നശിച്ചു പോയല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇൻഷുറൻസ് എടുത്തപ്പോൾ ഏജൻറ്റ് എന്നെ നിർബന്ധിച്ച് ഒരു 25,000 രൂപ എക്സ്ട്രാ അടപ്പിച്ചു. വണ്ടിക്കെങ്ങാണ് എന്തെങ്കിലും പറ്റിയാൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. വണ്ടിക്ക് ഇപ്പോൾ ഒരു അപകടം പറ്റിയോണ്ട് എനിക്ക് പുത്തൻ വണ്ടി ഒരു പൈസ പോലും കൊടുക്കാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും. എന്നെ ദൈവം ഓർമ്മിപ്പിച്ചൊരു വചനമാണ്, നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. നിന്റെ ആല നീ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായിട്ട്. എൻ്റെ വിഷമം അതായിരുന്നു, ആ വണ്ടി പോയല്ലോ എന്നുള്ളതായിരുന്നു. ദൈവം എന്തെന്നറിയാം, അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നു. ഡാനിലച്ചാ, പുതിയ വണ്ടി എത്താറായി, 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയാണ്. അച്ഛനത് ബ്ലസ് ചെയ്തിട്ട് അവിടെ ഇട്ടേക്ക്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആവശ്യമുള്ളപ്പോൾ എടുത്തോളാം. അത് അച്ഛൻ്റെ വണ്ടിയാണ്, അച്ഛനെടുത്തോളാം പറഞ്ഞിട്ട്. ഞാൻ എടുക്കില്ല, എനിക്ക് ആ വണ്ടി വേണ്ട, അത് വലിയ വില കൂടിയ വണ്ടിയാണ്. പക്ഷെ ഞാൻ അദ്ദേഹം പറയുകയാണ്, അച്ഛൻ എനിക്ക് പുതിയൊരു വണ്ടി വാങ്ങിച്ചു തന്നു എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് 2 കോടി രൂപയേക്കാൾ വിലയുണ്ട്. മനസ്സിലായോ? അതായത് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് മനസ്സിലായി, ഒറ്റ ഇൻസ്റ്റൻസിൽ ഒരു കുർബാന അന്ന് അർപ്പിക്കാൻ ഈശോ തലേന്ന് രാത്രി കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ട് ഓർപ്പിക്കുകയാണ്, കുർബാന അർപ്പിക്കാതെ പോകരുത്, 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 പോകരുത്. എൻ്റെ ഓട്ടോഗ്രാഫാണിത്. നിങ്ങൾ വിശുദ്ധ കുർബാന മുടക്കരുത്.